അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹത്വമേറിയ അത്ഭുതമേറിയ ഒരു ദിക്റാണ്. ഈ ദിക്ർ നിങ്ങൾ സുബ്ഹിക്ക് ശേഷം വെറും 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. മാത്രമല്ല, ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നതിനോടൊപ്പം ഒരുപാട് ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ വീട്ടിൽ ബർക്കത്തില്ല, ഒരു സന്തോഷവും സമാധാനവുമില്ല, എന്നും ദാരിദ്ര്യമാണ്, എന്നും നീറുന്ന മനസ്സുമായി വലിയ പ്രയാസത്തോടു കൂടിയും ബുദ്ധിമുട്ടോടു കൂടിയുമാണ് ജീവിക്കുന്നത്, ഒരു കാര്യവും ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടുന്നില്ല, എല്ലാ കാര്യങ്ങളിലും തടസ്സം സംഭവിക്കുകയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബർക്കത്ത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. ബർക്കത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്നത്, നമ്മുടെ ഒരു കാര്യവും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാത്തത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും ബർക്കത്ത് കൊണ്ടുവരുന്ന 5 ശീലങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 5 ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, നിങ്ങളുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകും. പലരുടെയും ഒരു തോന്നൽ, ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ, ബർക്കത്തുണ്ടാകാൻ കയ്യിൽ പണം മതി എന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഒരുപാട് പണം ഉണ്ടായിട്ടോ, വലിയ ആഡംബര വീട്ടിൽ ജീവിച്ചിട്ടോ, ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടോ നമുക്ക് ബർക്കത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം എൻ്റെ ഭാര്യയുടെ ഒരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ടിൻ്റെ അനുഭവം എൻ്റെ ഭാര്യ എന്നോട് പറയും. അവൾ വലിയ പണക്കാരൻ്റെ ഭാര്യയാണ്. എന്നാൽ അവൾക്ക് അവരുടെ വീട്ടിൽ എന്നും ഒരു ഭാരമാണ്, ഭാരത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ്, സമാധാനമില്ല. ഭർത്താവിൻ്റെ അടുത്ത് ധാരാളം പണമുണ്ട്, ഇഷ്ടമുള്ള ഭക്ഷണമുണ്ട്, യഥേഷ്ടം വിലപിടിപ്പുള്ള ഡ്രസ്സുകളുണ്ട്, മറ്റു എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. പറഞ്ഞിട്ടെന്താ, വീട്ടിലൊരു സന്തോഷമില്ല. വീട്ടിൽ എപ്പോഴും കലഹമാണ്, വഴക്കാണ്. ഭർത്താവിന് എന്നെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. എന്നെ വെറുതെ ഒരു കാര്യമില്ലാതെ അടിക്കും. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഭർത്താവ് കാണില്ല. എന്നാൽ ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താൽ അത് കണ്ടെത്തി അതിനെ വഴക്കിടുക, എന്നെ അടിക്കുക, എൻ്റെ കുടുംബത്തെ പറയുക. എൻ്റെ മാതാപിതാക്കളെ എപ്പോഴും ചീത്ത വിളിക്കും, അവരെ കുറ്റം പറയും. മാത്രമല്ല, വർഷങ്ങളായി എന്നോട് സ്നേഹത്തോടു കൂടി ഒന്ന് സംസാരിച്ചിട്ട്, ഒന്ന് പുഞ്ചിരിച്ചിട്ട് എൻ്റെ മക്കളോട് നല്ലതുപോലെ പെരുമാറില്ല. എപ്പോഴും മക്കളോട് വഴക്കിടും, അവരെ അടിക്കും. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. എൻ്റെ ഭർത്താവിനും ഒരു സന്തോഷമില്ല. വീട്ടിൽ എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ച് ഒരു മൂഡ് ഓഫായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്താണെന്നറിയില്ല. ഒരു ഭാരമേറിയ, സന്തോഷമില്ലാത്ത, സമാധാനമില്ലാത്ത ജീവിതമാണ് എൻ്റേത്. ഒരുപാട് പണമുണ്ടായിട്ടെന്താ, ഒരു സന്തോഷമില്ല, ജീവിതം തന്നെ മടുത്തുപോയി എന്നൊക്കെ എൻ്റെ ഭാര്യയുടെ ഫ്രണ്ട് അവളോട് പറയും. വലിയ വിഷമത്തോടുകൂടി കരഞ്ഞുകൊണ്ടായിരിക്കും എൻ്റെ ഭാര്യയോട് അവൾ ഇതൊക്കെയും പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, ഒരുപാട് പണമുണ്ടായിട്ട് കാര്യമില്ല, വലിയ വീടും ആഡംബരത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ബറക്കത്തില്ലെങ്കിൽ നമ്മുടെ എല്ലാ സമാധാനവും അതോടുകൂടി നഷ്ടപ്പെട്ടു പോകും, ജീവിതം തന്നെ മടുത്തു പോകും. അത് നമുക്ക് ഈ സഹോദരിയുടെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബറക്കത്ത് എന്നുള്ളത് ധനം മാത്രമല്ല, അത് അല്ലാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന തൃപ്തിയും സമാധാനവുമാണ്. ബറക്കത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ ഇനി ഭക്ഷണം എല്ലാവർക്കും കുറച്ച് മാത്രം, എല്ലാവർക്കും ഒരുപോലെയാണ്, വേണ്ടത്ര കഴിക്കാൻ ഇല്ലെങ്കിലും അതിൽ ബറക്കത്തുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയും, നല്ല സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും. നമുക്ക് ആ ഭക്ഷണം കഴിച്ചു തീരുമ്പോഴേക്കും റാഹത്തുണ്ടാകും. ഒരുപാട് ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ളതിൽ ബറക്കത്തുണ്ടാകുക എന്നതാണ് വേണ്ടത്. ചില വീടുകളിലൊക്കെ ഒരുപാട് ഭക്ഷണമുണ്ടാകും, വേണ്ടതുപോളം കഴിക്കാം. എന്നാൽ
എപ്പോഴും തർക്കമായിരിക്കും ആ വീട്ടിൽ. മാത്രമല്ല അവർക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും അതിൻ്റെ യഥാർത്ഥ രുചി അനുഭവിക്കാൻ കഴിയുന്നുണ്ടാകില്ല. അതിന് കാരണം പ്രിയപ്പെട്ടവരെ ആ വീട്ടിൽ ബറക്കത്ത് ഇല്ലാത്തത് കൊണ്ടാണ്, ബറക്കത്ത് ഇല്ലാത്ത ഭക്ഷണമായതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് നിർബന്ധമാണ്. ബറക്കത്ത് ഉണ്ടാകാൻ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട 5 ശീലങ്ങളാണ് ഇനി പറയുന്നത്. ഈ ശീലങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ റിസ്ക്, സന്തോഷം, സമാധാനം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇതൊക്കെയും ഉണ്ടാകും. ജീവിതത്തിൽ വിജയവും ഉണ്ടാകും. ഇത് ആരും തന്നെ പ്രിയപ്പെട്ടവരെ നിസ്സാരമായി കാണരുത്. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വീടിനെയും ഒരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ബറക്കത്ത് എന്താണ് എന്ന് മനസ്സിലാക്കുക. പലർക്കും ബറക്കത്ത് എന്താണ് എന്ന് അറിയില്ല. അതായത് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതിനി എത്ര കുറവാണെങ്കിലും അതിൽ അള്ളാഹു വലിയ നന്മയും സമാധാനവും നിറക്കുന്നതാണ് ബറക്കത്ത് എന്നുള്ളത്. ബറക്കത്തില്ലെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ അതിന് ഭക്ഷണമാണെങ്കിൽ അതിൽ രുചിയുണ്ടാകില്ല. മറ്റു പല കാര്യങ്ങളിലും നമുക്ക് സന്തോഷവും സമാധാനവും റാഹത്തും ഉണ്ടാകുകയില്ല. എന്നാൽ നമ്മുടെ അടുത്ത് ഇനി എത്ര കുറവാണ് ഉള്ളതെങ്കിലും അതിൽ ബറക്കത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ വിജയത്തിനാവശ്യമായ സന്തോഷം ലഭിക്കുന്ന എല്ലാം അതിലുണ്ടാകും. ഇനി ബറക്കത്തുണ്ടാകാൻ നമ്മൾ കൊണ്ടുവരേണ്ട 1ാമത്തെ ശീലം ഇതാണ്. നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം പതിവായി നമ്മൾ കൊണ്ടുവരിക. ഖുർആൻ പാരായണം ഒരു വീടിൻ്റെ ഹൃദയമാണ്. ഒരു വീട്ടിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വെളിച്ചവും കരുണയും അള്ളാഹുവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങളും പെയ്തിറങ്ങും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വീടിനെ കവറാക്കരുത്, അവിടെ നിങ്ങൾ ധാരാളം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബറക്കത്തുണ്ടാകാൻ, ജീവിതത്തിൽ വിജയമുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ ഇന്ന് തന്നെ നിങ്ങൾ കുറച്ച് മിനിറ്റെങ്കിലും നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൽ നിങ്ങൾ വളർത്തിയെടുക്കുക. നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ നമ്മുടെ മക്കളും അത് കണ്ട് പാരായണം ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ തഖ്വ വർദ്ധിക്കും. അവർ നല്ല സ്വാലിഹായ മക്കളായി വളരും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളിൽ ഒരിക്കലും ശൈത്താൻ്റെ ശല്യമുണ്ടാകില്ല, ശൈത്താൻ്റെ സ്വാധീനമുണ്ടാകില്ല. നിങ്ങൾ 1 മിനിറ്റ് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യലുണ്ടോ എന്ന്. അതിനനുസരിച്ചിരിക്കും നമ്മുടെ വീടിൻ്റെ ബറക്കത്തിൻ്റെ നിലയും. അതുകൊണ്ട് ബറക്കത്തുണ്ടാകാൻ ദിവസവും നിങ്ങൾ ഒരു 5 മിനിറ്റെങ്കിലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി ബറക്കത്തുണ്ടാകാനുള്ള 2ാമത്തെ ശീലമാണ് എല്ലാ വക്തും ഖളാതെ നിസ്കരിക്കുക. കഴിയണ പരമാവധി ഖളാതെ എല്ലാ 5 വക്തും നിസ്കരിക്കുക. മാത്രമല്ല കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 അധികം ഗുണങ്ങൾ ലഭിക്കുന്നതാണ് എന്ന്. അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുക. സ്ത്രീകളാണെങ്കിലോ അവർ ഉമ്മയും മക്കളും പേരമക്കളും എല്ലാവരും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുക. അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ഓരോ നിസ്കാരത്തിൻ്റെ സമയവും അള്ളാഹുവിൻ്റെ വലിയ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് അള്ളാഹു പെയ്തിറക്കും. മാത്രമല്ല വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറും. അള്ളാഹുവിലുള്ള നമ്മുടെ ഓർമ്മകൾ വർദ്ധിക്കും. കലഹങ്ങൾ ഉണ്ടാകില്ല. വീടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും പകയുണ്ടാകില്ല. നല്ല ഐക്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമുള്ള ഒരു കുടുംബ ജീവിതമായിരിക്കും ആ വീട്ടിൽ ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, നമസ്കാരമുള്ള വീടുകളിൽ ഒരിക്കലും ശാന്തത നഷ്ടപ്പെടില്ല. ഇനി ബറക്കത്തുണ്ടാകാൻ നമ്മൾ കൊണ്ടുവരേണ്ട 3ാമത്തെ ശീലമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ സലാം പറയുക. അതുപോലെ തന്നെ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. നല്ല നല്ല വാക്കുകൾ പറയുക.
ഗീബത്ത് നമീമത്ത് പറയാതിരിക്കുക, ആരെയും കുറ്റം പറയാതിരിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ പരസ്പരം സലാം പറയുക, അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര പേരുണ്ട് ഈ വീഡിയോ കാണുന്നവർ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയുന്നവർ? പലരും മൊബൈൽ ഫോണിലേക്ക് നോക്കി പല വീഡിയോകളും നോക്കി ഒരു അലസതയോടുകൂടിയായിരിക്കും വീട്ടിലേക്ക് കയറി ചെല്ലുക. വീട്ടിലുള്ളവരെ തന്നെ അവർ നോക്കില്ല, കാണില്ല. അവർ മുഖം താഴ്ത്തിക്കൊണ്ടൊരു പോക്കായിരിക്കും റൂമിലേക്ക്. മാതാപിതാക്കളെ അവർ കാണില്ല, മക്കളെ അവർ കാണില്ല. വീട്ടിൽ പോയി വാതിലടച്ച് വീണ്ടും അവർ മൊബൈൽ ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം ചൊല്ലണം. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും നിങ്ങൾ സലാം പറയണം. അങ്ങനെ സലാം പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല, സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് കൊണ്ടുവരും. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യമുണ്ടാകും. കുടുംബത്തിൽ പരസ്പരം സ്നേഹം വർദ്ധിക്കും. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മൾ സലാം പറയുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്. അതായത് നമ്മൾ സലാം പറയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചോദിക്കാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. നമുക്ക് വലിയ വിജയമായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാതെ തന്നെ അള്ളാഹു നമുക്ക് തരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ രക്ഷപ്പെടാൻ, വിജയിക്കാൻ വേറെ എവിടെയെങ്കിലും പോകണോ? ദിവസവും നമ്മൾ സലാം പറയുന്നത് പതിവാക്കിയാൽ മതി. മാത്രമല്ല, നിങ്ങൾ വീട്ടിൽ മാതാപിതാക്കളോടും വലിയുമ്മമാരോടും വലിയുപ്പമാരോടും മക്കളോടും ഭാര്യയോടും പേരമക്കളോടും എല്ലാവരോടും നിങ്ങൾ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുക. സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുക. സ്നേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഉപദേശങ്ങൾ അവർക്ക് നൽകുക. അതോടൊപ്പം നിങ്ങൾ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ബിസ്മി ചൊല്ലണം. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയുക. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ആയത്തിൽ കുർസി ഓതിക്കൊണ്ട് അന്തി ഉറങ്ങുക. ഇതൊക്കെയും അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാൻ കാരണമാകും. അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാകും. ഇനി ബർക്കത്തുണ്ടാകാനുള്ള നാലാമത്തെ ശീലമാണ് ഹലാലായ ഉപജീവനമാർഗം കണ്ടെത്തുക. നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഭക്ഷണം അത് ഹലാലായിരിക്കണം. ഒരിക്കലും ഹറാം ഉണ്ടാകരുത്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ഒരിക്കലും ഹറാം ഉണ്ടാകരുത്, ഹലാലായിരിക്കണം. ഇതാണ് പ്രിയപ്പെട്ടവരെ പല വീടുകളിലെയും ബറക്കത്ത് നഷ്ടമാകാനുള്ള പ്രധാന കാരണം. ഹലാലല്ലാതെ നമ്മൾ സമ്പാദിക്കുന്ന പണം അത് നമ്മുടെ വീട്ടിലേക്കെത്തുമ്പോൾ നമ്മുടെ വീട്ടിലെ ബറക്കത്തും ഒലിച്ചു പോകും, ബറക്കത്ത് നഷ്ടമാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഹലാലിൻ്റെ മാർഗത്തിൽ ഉണ്ടാക്കുന്നതിൽ മാത്രമേ ബറക്കത്ത് നൽകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരാൾ ഹലാലിൻ്റെ മാർഗത്തിൽ സമ്പാദിച്ചാൽ അവനും അവൻ്റെ കുടുംബവും സമാധാനത്തിലും കരുണയിലുമാകും. നമുക്കും നമ്മുടെ കുടുംബത്തിനും സമാധാനമുണ്ടാകണമെങ്കിൽ, കരുണയുണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഹലാലിൻ്റെ മാർഗത്തിൽ സമ്പാദിക്കുക. പ്രിയപ്പെട്ടവരെ, മക്കൾക്കൊക്കെ ഭക്ഷണം നൽകുമ്പോൾ അത് ഹലാലായതാണോ എന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമേ ആ ഭക്ഷണം ബറക്കത്തിൻ്റെ ആഹാരമാകുകയുള്ളൂ. ഇനി ബറക്കത്തുണ്ടാകാനുള്ള അഞ്ചാമത്തെ ശീലം ഇതാണ്. രാത്രി സമയം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. അതോടൊപ്പം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നിത്യവും ഒരു 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. അദ്കാറുകൾ അധികരിപ്പിക്കുക. ദിക്ർ മജ്ലിസിൽ പങ്കെടുക്കുക. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പാതിരാ സമയത്ത് എണീറ്റ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്, ദുആ ചെയ്യുന്നതൊക്കെ റബ്ബ് സുബ്ഹാനഹു തആലക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ആ സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ
ആ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല പാതിരാ സമയത്ത് നമ്മൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മത്തിൻ്റെ മലക്കുകളെ നമ്മുടെ വീട്ടിലേക്ക് ഇറക്കും. രാത്രി സമയമുള്ള നിസ്കാരം, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ, ദിക്ർ ചൊല്ലൽ, ദുആ ചെയ്യൽ, ഇതൊക്കെയുമാണ് ഒരു വീടിൻ്റെ ആത്മീയ അടിത്തറ. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. വീട്ടിൽ നിന്നും സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും, വലിയ വിജയമായിരിക്കും അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുക. ബറക്കത്ത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്ത് മാത്രമല്ല. ബറക്കത്ത് എന്നത് നമ്മുടെ മനസ്സിലെ സമാധാനമാണ്, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ്, കുടുംബത്തിലെ ഐക്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് തന്നെ നിങ്ങൾ ദിവസവും കുറച്ച് നേരം നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ഇത് പതിവാക്കുക. എല്ലാ വക്തും ജമാഅത്തായി നിസ്കരിക്കുക, സലാം പറയുക, നല്ല വാക്കുകൾ പ്രചരിപ്പിക്കുക, ഹലാലായ മാർഗത്തിൽ മാത്രം സമ്പാദിക്കുക, രാത്രി സമയം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാർ ധാരാളം പതിവായി ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ പതിവായി ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, സമാധാനം നൽകട്ടെ. ഇഹലോകത്തും അല്ലാഹു നമുക്കെല്ലാവർക്കും വിജയം നൽകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ്. അതായത് ഒരു ദിക്റാണ്, വലിയ മഹത്വമേറിയ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലേണ്ടത് സുബഹിക്ക് ശേഷമാണ്. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് 1-2 ദിവസത്തിനുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. ഈ ദിക്ർ ചൊല്ലാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല സ്ത്രീകൾക്കും ഈ ദിക്ർ ചൊല്ലാം മെൻസസ് ഉള്ള ടൈമിൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിയാൽ അതോടെ അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനിലേക്ക് തിരിയും. ആ മനുഷ്യൻ എന്താണ് ചോദിക്കുന്നത് അത് നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രക്കും മഹത്വമുള്ള ഒരു ദിക്റാണ് ഇത്. ഈ ദിക്ർ നമ്മൾ 3 പ്രാവശ്യമാണ് ചൊല്ലുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കാൻ, നമ്മുടെ ആവശ്യം നിറവേറ്റി തരാൻ വേണ്ടിയിട്ട് നമ്മിലേക്ക് തിരിയും. വെറും 3 പ്രാവശ്യം നമ്മൾ ഈ ദിക്ർ ചൊല്ലുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുമെങ്കിൽ അത്രത്തോളം വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് യാ അർഹമർ റാഹിമീൻ എന്ന് പറഞ്ഞ ഈ ദിക്ർ. ഇനി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കർമ്മശാസ്ത്ര പണ്ഡിതനായ സയ്യിദുൽ ബക്കരി തങ്ങളുടെ ഇയാനത്തുൽ ത്വാലിബീൻ എന്ന കിതാബിൽ അദ്ദേഹം പറയുകയാണ്, പാതിരാ സമയത്ത്, തഹജ്ജുദിൻ്റെ സമയത്ത് ഈ ദിക്ർ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്നിങ്ങനെ 1000 പ്രാവശ്യം ആരെങ്കിലും ഉരുവിട്ടാൽ 1000 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. 1000 പ്രാവശ്യം യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലാൻ അരമണിക്കൂറോളം സമയം മാത്രമേ വേണ്ടിവരുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ ദിക്ർ 1000 പ്രാവശ്യം ചൊല്ലാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സുബ്ഹി നിസ്കാര ശേഷം 3 പ്രാവശ്യം യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. എന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതാണ്. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് യാ അർഹമർ റാഹിമീൻ എന്ന ഈ ദിക്ർ. പ്രിയപ്പെട്ടവരെ, ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ, നിറവേറി കിട്ടാൻ ഈ ദിക്ർ ചൊല്ലിക്കോ. ആഗ്രഹങ്ങൾ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അത് നടന്നു കിട്ടും, നിറവേറി കിട്ടും. ഹദീസിൻ്റെ പ്രാബല്യത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അതുകൊണ്ട് ഉറപ്പാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടും, നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറി കിട്ടും, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും.
അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദിക്ർ നമുക്ക് ജീവിതത്തിൽ ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും റബ്ബ് സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. ഇഹലോകത്തും അള്ളാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.